കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 70. രചന ശാലിനി ഇ.എ. കാർ ഓഫീസ് കെട്ടിടത്തിനുള്ളിലെ ഗോഡൗണിൻ്റെ മുന്നിലേക്ക് ഓടിച്ചു കയറ്റി കാർത്തി. സൈഡ് സീറ്റിലിരിക്കുന്ന ബദരി ഒന്നും മിണ്ടാതെ ഇരിപ്പാണ്. കാർത്തി കാറിൽ നിന്നും ഇറങ്ങി മുന്നോട്ട് നടന്നിട്ടും ബദരി അതേ ഇരിപ്പിരുന്നു. അവൻ രണ്ടടി നടന്ന് തിരിഞ്ഞ് ബദരിയെ രൂക്ഷമായി നോക്കിയതും ബദരി കാറിൽ നിന്നും ഇറങ്ങി. നിന്റെ പെങ്ങളേക്കാൾ വലുതാണോ നിനക്ക് എൻ്റെ പെങ്ങൾ? സ്വന്തം സഹോദരിക്ക് വേണ്ടി ചെറുവിരൽ അനക്കാത്തവൻ എൻ്റെ സഹോദരിക്ക് വേണ്ടി ടെൻഷൻ അടിക്കുന്നത് കൊണ്ട് ചോദിച്ചതാ. ടെൻഷൻ അടിക്കുന്നതൊക്കെ കൊള്ളാം, എൻ്റെ അവസ്ഥ വരാതെ നോക്കണം. മനസ്സിനുള്ളിൽ ഒരുത്തി കയറി കഴിഞ്ഞാൽ പിന്നെ ഇറക്കിവിടാൻ പാടാ. അത്രയും പറഞ്ഞ് മറുപടിക്ക് കാത്തു നിൽക്കാതെ കാർത്തി ഗോഡനുള്ളിലേക്ക് കയറിപ്പോയി. പിന്നാലെ ബദരിയും കയറി ചെന്നു. 10 മിനിറ്റ് കഴിഞ്ഞില്ല, ശരത്ചന്ദ്രൻ്റെ കാർ ഗോഡൗണിൻ്റെ മുന്നിലെത്തി. മുറിയിൽ പുറംതിരിഞ്ഞു നിൽക്കുകയാണ് കാർത്തി. ശരത്ചന്ദ്രൻ സിദ്ധുവിനെ വാതിൽക്കൽ നിന്നും ഉള്ളിലേക്കൊരു തള്ളു കൊടുത്തു. മുറിയുടെ വാതിൽ ലോക്ക് ചെയ്തേക്ക് ശരത്. തിരിഞ്ഞു നോക്കാതെ ഗാംഭീര്യം നിറഞ്ഞ സ്വരം. ശരത് റൂമിൻ്റെ ഡോർ ലോക്ക് ചെയ്തു. കാർത്തി പതിയെ തിരിഞ്ഞു. മുന്നിൽ സിദ്ധാർത്ഥിനെ കണ്ട് കപടമായ അതിശയം മുഖത്ത് വരുത്തി. ഹായ് സിദ്ധാർത്ഥ്, എന്താ ഇവിടെ? സിദ്ധാർത്ഥ് ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. കാർത്തി അവിടെ കിടന്ന ഒരു കസേരയിലേക്കിരുന്നു. സിദ്ധാർത്ഥ് ഇരിക്ക്. അടുത്ത് കിടക്കുന്ന മറ്റൊരു കസേര ചൂണ്ടി കാർത്തി പറഞ്ഞു. സിദ്ധാർത്ഥ് പ്രതികരിക്കാതെ നിന്നതും കാർത്തിക്ക് ദേഷ്യം വന്നു. ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം, അല്ലെങ്കിൽ ചോദ്യവും ഉത്തരവുമില്ലാതെ എൻ്റെ പണി തുടങ്ങും ഞാൻ. കാർത്തിയുടെ ദേഷ്യമുള്ള സ്വരമുയർന്നതും സിദ്ധാർത്ഥ് വേഗം ചെയറിലേക്കിരുന്നു. തിരുനന്തരം ഗ്രൂപ്പിൻ്റെ MD കാർത്തിക് മഹാദേവൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്ന പദവി അത്രയും മോശമാണോ? കാർത്തിയുടെ ചോദ്യത്തിന് മുഖം താഴ്ത്തിയിരുന്നതല്ലാതെ സിദ്ധാർത്ഥ് മറുപടി പറഞ്ഞില്ല. നിനക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത അത്രയും വലിയ തുകയാണ് നിൻ്റെ ഒരു മാസത്തെ സാലറി എന്ന് എനിക്കറിയാം. അതിലും വലിയ ഓഫർ നിനക്ക് കിട്ടിയത് കൊണ്ടാണല്ലോ എനിക്ക് നേരെ നീ രഹസ്യക്കുരുക്കൾ നീക്കിയത്. അത് എന്തിനു വേണ്ടിയായിരുന്നു സിദ്ധാർത്ഥ്? ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു? വ്യക്തമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ നീ ഇതിനുള്ളിൽ നിന്നും ജീവനോടെ പുറത്തേക്ക് പോകില്ല. കാരണം നിൻ്റെ കളികൾ ആദ്യമേ നോട്ട് ചെയ്തവനാണ് ഞാൻ. നിൻ്റെ ലക്ഷ്യം എന്താണെന്നും നീ ഏതു വഴിയാണ് മുന്നോട്ട് പോകുന്നത് എന്നും കണ്ടുകൊണ്ടാണ് തന്നെയാണ് ഞാനും കളിക്കാനായി കളത്തിലേക്ക് ഇറങ്ങിയത്. നീ കരുതിയത് നിൻ്റെ അതിസാമർഥ്യം ഞാൻ മനസ്സിലാക്കിയില്ലെന്നാണ്. നീ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയണ്ടേ? അത് ചെയ്യാനുള്ള പ്രചോദനമെന്ത്? യമുന നിൻ്റെ പിറകിലുണ്ടെന്ന് എനിക്കറിയാം. അവൾ ആരാണ്? അവൾ എവിടെ നിന്ന് വന്നു? അവളുടെ ലക്ഷ്യമെന്താണ്? അവൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? ഇതിനുള്ള മറുപടിയെല്ലാം പറഞ്ഞിട്ട് നീ ഇവിടെ നിന്നും പുറത്തു പോകും. അത്രയും നീളമുള്ള വാക്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടും അതിനൊന്നും മറുപടി പറയാതെ സിദ്ധാർത്ഥ് മുഖം താഴ്ത്തിയിരുന്നു. അവൻ്റെ മുഖഭാവം കാണുന്തോറും കാർത്തിയിൽ ദേഷ്യം 10 മടങ്ങ് വർദ്ധിച്ചുകൊണ്ടിരുന്നു. സിദ്ധാർത്ഥ്, നിന്നോടാണ് ഞാൻ ചോദിച്ചത്. അതിനും മറുപടിയില്ല. പെട്ടെന്ന് പടക്കം പൊട്ടുന്ന പോലൊരു ശബ്ദം ഹാളിൽ മുഴങ്ങി. കാർത്തിയുടെ കൈത്തലം സിദ്ധാർത്ഥിൻ്റെ കവിളിൽ പതിഞ്ഞ ശബ്ദമാണ്. ഒപ്പം അവൻ്റെ നെഞ്ചിലേക്ക് ഒറ്റ ചവിട്ടും. കസേരയുടെ തറയിലേക്ക് മലർന്നു വീണു സിദ്ധാർത്ഥ്. കാർത്തിയുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ബദരിയും ശരത്ചന്ദ്രനും ഒരുപോലെ ഞെട്ടി. വീണെടുത്തു നിന്നും കോളറിനെ കുത്തിപ്പിടിച്ചും കൊണ്ട് കാർത്തി സിദ്ധാർത്ഥിനെ വലിച്ചുപൊക്കി കസേരയിലേക്ക് തന്നെ ഇരുത്തി. സിദ്ധാർത്ഥിൻ്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു നിൽക്കുന്നത് കാർത്തി കണ്ടു. അവൻ്റെ ചുണ്ടുകളിൽ ഒരു ഗൂഢസ്മിതം മിന്നി. ഇപ്പോൾ കിട്ടിയത് ഒരു സാമ്പിൾ മാത്രമാണ്. ഇനി ധൈര്യമായി പറഞ്ഞോ. നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഓരോന്നായി പോന്നോട്ടെ. പ്ലീസ് സാർ, എന്നോടൊന്നും ചോദിക്കല്ലേ. ഞാൻ പറഞ്ഞാൽ എന്നെ അവർ കൊല്ലും. അത് പറയുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു നിന്നിരുന്നു. പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊല്ലുന്നത് ഞാനായിരിക്കും. ഇനി കിട്ടുന്ന ഇടിക്ക് നേരത്തെ കിട്ടിയതുപോലെ മഴമുണ്ടാകില്ല. ഞാൻ പറയാം സാർ. തെക്കേവിള തറവാട് എന്ന് കേട്ടിട്ടുണ്ടോ? ഒരുപാട് സ്വത്തുകളും ഒരുപാട് ബിസിനസ്സുകളും ഉണ്ടവർക്ക്. അതിപ്പോൾ കൊണ്ടു നടക്കുന്നത് മോഹനചന്ദ്രനും അനിയൻ ജയചന്ദ്രനും കൂടിയാണ്. അതിൽ മോഹനചന്ദ്രൻ്റെ ഒരേ ഒരു മകളാണ് യമുന. അവരുടെ വീട്ടിലെ കാര്യസ്ഥനായിരുന്നു എൻ്റെ അച്ഛൻ. ആ തറവാട്ടുകാർക്ക് നിങ്ങളുമായി എന്തോ കുടിപ്പകയുണ്ടെന്ന് മാത്രമേ എനിക്കറിയൂ. കാർത്തിക് സാറിനെ കൊല്ലണമെന്നായിരുന്നു അവരുടെ തീരുമാനം. എന്നാൽ യമുനയ്ക്ക് നിങ്ങളെ വിവാഹം കഴിക്കണമെന്നും
മകൾക്ക് വേണ്ടി അവളുടെ ഇഷ്ടം നടത്തി കൊടുക്കാൻ വേണ്ടി കാർത്തി സാറിൻ്റെ സുഭദ്രച്ചിറ്റ വഴി യമുനയ്ക്ക് അവിടെ ജോലി ശരിയാക്കിയതാണ്. എങ്ങനെയും സാറിൻ്റെ പ്രണയം സമ്പാദിക്കണം. സാർ യമുനയിൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ സാറിനെ കൊല്ലാതെ വിടാമെന്ന് അവർ തീരുമാനിച്ചു. സാറും ചിലങ്കയും തമ്മിലുള്ള അടുപ്പം കണ്ടപ്പോൾ ചിലങ്കയെ എങ്ങനെയെങ്കിലും മാറ്റിത്തരണമെന്ന് അവരുടെ അച്ഛനും ചെറിയച്ഛനും എന്നോട് ആവശ്യപ്പെട്ടു. അവർ പറയുന്നതൊന്നും എനിക്ക് അനുസരിക്കാതിരിക്കാൻ കഴിയില്ല. പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ എന്നെ മാത്രമല്ല എൻ്റെ വീട്ടുകാരെ പോലും അവർ വെറുതെ വിടില്ലെന്ന് എനിക്കറിയാം. അതുമാത്രമല്ല, ചിലങ്കയെ എനിക്ക് ഇഷ്ടമായിരുന്നു. ആ കല്യാണം മുടങ്ങിയാൽ അവളെ എനിക്ക് കല്യാണം കഴിക്കാമെന്ന് ഞാൻ കരുതി. ഞങ്ങളോട് അവർക്ക് കുടിപ്പകയാണെന്ന് പറഞ്ഞു. എന്തിൻ്റെ പേരിലാണ് അവർക്ക് കുടിപ്പക? ഇങ്ങനെയൊരു തറവാടോ ഇങ്ങനെയൊരു ആൾക്കാരെയോ എനിക്ക് പരിചയമില്ല. ഞാനോ എൻ്റെ അച്ഛനോ അവർക്ക് ഒരു ദ്രോഹം ചെയ്തതായിട്ടും എൻ്റെ അറിവിലില്ല. കാർത്തിയുടെ മിഴികളിലേക്ക് നോക്കാൻ പോലും സിദ്ധാർത്ഥ് ഭയന്നു. ഒരുപക്ഷെ ആ കണ്ണുകളുടെ തീക്ഷ്ണതയിൽ തനിക്ക് അറിയാവുന്നത് പറഞ്ഞു പോയാലോ എന്നുള്ള ഭയമായിരുന്നു അവനിൽ. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല സർ. മുഖം താഴ്ത്തിയാണ് സിദ്ധാർത്ഥ് പറയുന്നത്. എൻ്റെ മുഖത്തേക്ക് നോക്ക് സിദ്ധാർത്ഥ്. എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറയൂ, നിനക്കറിയില്ലെന്ന്. ഒരു വേള സിദ്ധാർത്ഥിൻ്റെ മിഴികൾ കാർത്തിയുടെ മിഴികളിൽ പതിഞ്ഞു. സത്യങ്ങൾ പറയാതെ നിനക്കിവിടെ നിന്നും പുറത്തു പോകാൻ കഴിയില്ല. നീ പറഞ്ഞില്ലെങ്കിൽ നിൻ്റെ അച്ഛനെ കൊണ്ട് പറയിക്കും ഞാൻ. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. എന്നെക്കൊണ്ട് കടുത്ത തീരുമാനങ്ങൾ എടുപ്പിക്കരുത് നീ. അവൻ്റെ മുഖത്തേക്ക് പേടിയോടെ നോക്കി സിദ്ധാർത്ഥ്. ആ നിമിഷമാണ് കാർത്തിയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. നോക്കുമ്പോൾ ഫിലിപ്പാണ്. അയാൾ പറയുന്നതെല്ലാം മോളി കേൾക്കുന്നതല്ലാതെ കാർത്തി തിരിച്ചൊന്നും പറയുന്നില്ല. അവസാനം ഇത്രമാത്രം പറഞ്ഞു. അവൻ തിരിച്ചു ഇവിടെ എത്തുന്ന നിമിഷം പൊക്കിയിരിക്കണം. അവൻ്റെ ഫോണിൽ നിന്നും ആർക്കൊക്കെ കോള് പോയോ, ആരൊക്കെ അവനെ വിളിച്ചോ, എല്ലാ ഡീറ്റെയിൽസും എനിക്ക് കിട്ടണം. ഫോൺ ഓഫ് ചെയ്തു കാർത്തി മേശപ്പുറത്തേക്ക് വെച്ചു. ഇനി നീ പറ. നിനക്കറിയാവുന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ തരുന്ന ശിക്ഷയിൽ നിന്നും ഇളവ് കിട്ടും. അല്ലാത്ത പക്ഷം അത് താങ്ങാൻ നിന്നെക്കൊണ്ടോ നിൻ്റെ കുടുംബത്തിനോ കഴിയില്ല. അപ്പോഴും സിദ്ധാർത്ഥ മുഖത്ത് ഭീതി മാത്രമായിരുന്നു നിഴലിച്ചത്. എനിക്കറിയാവുന്ന കഥകൾ ഞാൻ പറഞ്ഞാൽ എനിക്കും എൻ്റെ കുടുംബത്തിനും കാർത്തിക് സാർ പ്രൊട്ടക്ഷൻ തരുമോ? അവൻ്റെ ചോദ്യത്തിനു മുൻപിൽ കാർത്തിയുടെ പുരികം ചുളിഞ്ഞു. ഞാൻ ഈ കഥകൾ അറിഞ്ഞാൽ നിനക്കും നിൻ്റെ കുടുംബത്തിനും ആപത്തുണ്ടാകുമെന്നാണോ നീ പറയുന്നത്? അതെ സർ, ഞാൻ പറയാൻ പോകുന്ന കഥ അത്രയും കടുപ്പമേറിയതാണ്. കുറേയൊക്കെ എൻ്റെ അച്ഛൻ പറഞ്ഞു തന്ന കഥകളാണ്. ബാക്കി കുറച്ചൊക്കെ ഞാൻ നേരിട്ട അറിഞ്ഞ കഥകളും. നീ വിവരങ്ങൾ എനിക്ക് തന്നതുകൊണ്ട് നിനക്കോ നിൻ്റെ കുടുംബത്തിനോ ആപത്തൊന്നും വരാതെ ഞാൻ സംരക്ഷിക്കും. ഇത് കാർത്തിക് മഹാദേവൻ്റെ വാക്കാണ്, വിശ്വസിക്കണം. തെക്കേവിള തറവാട് പണ്ടുകാലത്ത് ചെറിയൊരു വീടായിരുന്നു. ചന്ദ്രൻ എന്ന സാധാരണക്കാരൻ്റെ വീട്. അയാൾക്ക് 2 മക്കൾ, മോഹനചന്ദ്രനും ജയചന്ദ്രനും. മക്കൾ തമ്മിൽ 5 വയസ്സിൻ്റെ വ്യത്യാസമായിരുന്നു. മൂത്തയാൾക്ക് 10ഉം രണ്ടാമത്തെയാൾക്ക് 5 വയസ്സുമുള്ളപ്പോൾ അവരുടെ അമ്മ മരിച്ചു. 5 വർഷം കഴിഞ്ഞപ്പോൾ ചന്ദ്രൻ ആ വീട്ടിലേക്ക് ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നു. ദേവയാനി എന്നായിരുന്നു അവരുടെ പേര്. അവർ സുന്ദരിയായിരുന്നു എന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞ അറിവ്. ഏതോ പണക്കാരൻ്റെ ഒരേയൊരു മകളാണത്രേ. ആദ്യമൊക്കെ മകളുടെ പ്രവൃത്തിയിൽ ദേഷ്യം തോന്നിയ അച്ഛൻ മകളെ പാടെ ഒഴിവാക്കി. എന്നാൽ മകൾ ഗർഭിണിയാണെന്നറിഞ്ഞ അയാൾ ദേഷ്യമെല്ലാം മറന്ന് മകൾക്കരികിൽ ഓടിയെത്തി. പിന്നീട് ആ കുടുംബത്തിൻ്റെ നല്ല കാലമായിരുന്നു. തൻ്റെ ബിസിനസ്സിൽ അയാൾ ചന്ദ്രനെയും പങ്കുചേർത്തു. ദേവയാനി അയാളുടെ മക്കളെ ഒരിക്കലും വേറിട്ട് കണ്ടിട്ടില്ല. വളരെ സ്നേഹമുള്ളവരാണെന്നാണ് എല്ലാവരും പറയുന്നത്. അവർ പ്രസവിച്ചത് 2 ഇരട്ടക്കുട്ടികളെയായിരുന്നു, 2 പെൺകുട്ടികൾ. അപ്പോഴേക്കും മോഹനചന്ദ്രന് 18ഉം ജയചന്ദ്രന് 13 വയസ്സ് കഴിഞ്ഞിരുന്നു. 2 പെൺകുട്ടികളും അമ്മയെപ്പോലെ സുന്ദരികളായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് 2 വയസ്സുള്ളപ്പോൾ ദേവയാനിയുടെ അച്ഛൻ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. അയാൾ മരിക്കുന്നതിന് മുൻപ് അയാളുടെ സ്വത്തുക്കൾ 2 പെൺകുട്ടികളുടെ പേരിൽ എഴുതി വച്ചിരുന്നു. ദേവയാനിയുടെ അച്ഛൻ മരിച്ചതോടെ അയാളുടെ ബിസിനസ്സെല്ലാം നോക്കുന്നത് ചന്ദ്രനായി. കൂടെ 20 വയസ്സായ മകൻ മോഹനചന്ദ്രനും.
അയാൾ ബിസിനസ്സിലേക്ക് വന്നതോടെ സ്വത്തുക്കൾ സ്വന്തമാക്കണമെന്ന ചിന്തയായി. ഒരു സുപ്രഭാതത്തിൽ ദേവയാനി മരിച്ചു എന്ന വാർത്തയാണ് ആ നാട്ടുകാർ കേട്ടത്. അവർ മരിച്ചതോടെ ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ കഷ്ടത്തിലായി. ചന്ദ്രൻ ഒരു വശം തളർന്നു കിടക്കയിൽ ആകുന്നതും ആ സമയത്താണ്. 3 വയസ്സ് പ്രായമുള്ള ആ കുഞ്ഞുങ്ങൾ തീർത്തും അനാഥരായി. പിന്നീട് ആ മക്കളെ ആരും കണ്ടിട്ടില്ല. ആരോ വളർത്താൻ കൊണ്ടുപോയി എന്നാണ് നാട്ടുകാർ അറിഞ്ഞത്. 2 വർഷം കഴിഞ്ഞപ്പോൾ ചന്ദ്രനും മരിച്ചു. അപ്പോഴേക്കും ജയചന്ദ്രനും മോഹനചന്ദ്രൻ്റെ ഒപ്പം ബിസിനസ്സിൽ പങ്കുചേർന്നിരുന്നു. പിന്നീട് സ്വത്തുക്കളെല്ലാം അവരുടെ കൈപ്പിടിയിലായി. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാണ് മോഹനചന്ദ്രൻ വിവാഹം കഴിച്ചത്. പക്ഷേ യമുന ജനിക്കാൻ അയാൾ പിന്നെയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. സിദ്ധാർത്ഥ് പറഞ്ഞു നിർത്തിയതുപോലെ കാർത്തിയുടെ മുഖത്തേക്ക് നോക്കി. ഇതിൽ എവിടെയാണ് ഞങ്ങളുമായുള്ള കുടിപ്പക? സിദ്ധാർത്ഥ് അല്പനേരം കാർത്തിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ദേവയാനി പ്രസവിച്ച ഇരട്ടക്കുട്ടികളിൽ ഒരാളുടെ പേര് യാമിനി എന്നാണ്. അതായത് കാർത്തി സാറിൻ്റെ അമ്മ. സിദ്ധാർത്ഥിൻ്റെ വെളിപ്പെടുത്തൽ കാർത്തി ഒന്നുലഞ്ഞുപോയി. കാർത്തി മാത്രമല്ല, ബദ്രിയും ശരത്ചന്ദ്രനും അനങ്ങാനാവാതെ നിൽക്കുകയാണ്. തുടരും കഥയുടെ അടുത്ത ഭാഗം.